നിതിൻ ഒരു സിനിമാ ഭ്രാന്തനാണ്. അപ്പോൾ അവൻ്റെ കൂടെ നടന്ന് ആ ശീലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോകം ഇറങ്ങിയ സമയത്ത് അത് കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും എക്സൈറ്റഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടാനില്ലാതെ നമ്മൾ കുറച്ച് ലോങ് ആയിട്ടാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഐഡിയ ആയിരുന്നു ഹൈവേ വഴി പോകണ്ട, വീക്കെൻഡാണ്, നല്ല ബ്ലോക്കാവും. അങ്ങനെ ഞങ്ങൾ ബീച്ച് റോഡ് വഴിയാണ് ശരിക്കും പോയത്. അപ്പോൾ ശംഖുമുഖം എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം ശംഖുമുഖത്തിന് ഞങ്ങളുടെ ലൈഫിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഞങ്ങളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ സാക്ഷിയായ ഒരു സ്ഥലം കൂടെയാണ്. അങ്ങനെ ഞങ്ങൾ പോയി ബീച്ച് റോഡാണെങ്കിൽ എന്താ നല്ല മുടിഞ്ഞ തിരക്കായിരുന്നു. അതിനിടയ്ക്ക് ഒരു KSRTC ബസ്സാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ പോകാനുള്ള വഴി തരാതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇതിന് നല്ല ദേഷ്യം വന്നു ആ സമയത്ത്. പിന്നെ എങ്ങനെയോ നമ്മൾ തിയേറ്റർ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് ടിക്കറ്റ് അടുത്തടുത്ത സീറ്റ് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അതായത് നല്ല തിരക്കായതുകൊണ്ട് ഒറ്റയ്ക്കുള്ള സീറ്റൊക്കെ ഒഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്തിരുന്ന ആൾക്കാരോടൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഇരുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജാക്കറ്റും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. കാരണം അത്രയ്ക്ക് നല്ല മഴയായിരുന്നു. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിയേറ്ററിൽ എത്തുന്നത് വരെ മഴ പെയ്തിട്ടില്ല. അതാണ് സത്യം. ഇതിനു മുന്നേ ഒരു വട്ടം ഞങ്ങൾ ഈ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. വിജയുടെ ഏതൊരു സിനിമ കാണാനായിട്ടാണ്. അതുകൊണ്ട് തിയേറ്ററും പരിസരവും ഞങ്ങൾക്ക് പുതുമയുള്ളതായിരുന്നില്ല. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൻ്റെ അകത്ത് കയറി നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു ആൾക്കാർ. കാരണം അത്രയ്ക്ക് റിവ്യൂസ് ഉണ്ടായിരുന്നല്ലോ ഫിലിമിന്. സിനിമ എവിടെ നീ പറ. എനിക്ക് കാണാനായിട്ട് നമ്മൾ എത്ര കിലോമീറ്റർ താണ്ടിയാണ് വന്നത്? 30 കിലോമീറ്റർ. പുറത്ത് പടം എന്താ? രണ്ടുപേർക്കും റിവ്യൂസ് ഒന്നും പറയാൻ അറിയത്തില്ല. ഈ സിനിമയും ഈ തിയേറ്ററും ഈ ലോങ് ഡ്രൈവും ഒക്കെ എനിക്കിനി ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള നല്ല ഓർമ്മകൾ മാത്രമാണ്.